മന്നാഥ ശ്രീ ജഗന്നാഥോ മദ്ഗുരു ശ്രീ ജഗദ്ഗുരു മമാത്മാ സർവഭൂതാത്മാ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമങ്ങൾ. ഈ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം. ഇന്ന് ആചാര്യ സ്വാമികളുടെ സൗന്ദര്യ ലഹരി എന്ന് വിളിക്കപ്പെടുന്ന സംസ്കൃത സാഹിത്യത്തില് പ്രഥമഗണനീയ സ്ഥാനം അലങ്കരിക്കുന്ന ആ സ്തോത്രരത്നത്തിലെ 7ാമത്തെ ശ്ലോകവും ആ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയത്തെയുമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. 7ാമത്തെ ശ്ലോകം ഒരു പ്രാർത്ഥനാ ശ്ലോകമാണ്. സൗന്ദര്യ ലഹരി എന്ന സ്തോത്രരത്നത്തിലെ ആരാധ്യ ദേവത മഹാദേവ പത്നി, ആ ധർമ്മ സ്വരൂപിണി പ്രാർത്ഥിക്കുകയാണ്. സർവാംഗ സുന്ദരിയായിട്ട് അഭൗമ സൗന്ദര്യത്തോടെ തൻ്റെ മുമ്പില് പ്രത്യക്ഷമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശ്ലോകമാണ്. നമ്മൾ ലളിതാ സഹസ്രനാമത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. അതിൻ്റെ ധ്യാന ശ്ലോകത്തില് പ്രതിപാദിക്കുന്ന ആ ദേവി ലളിതാ ത്രിപുര സുന്ദരി പാർവതി മഹാദേവന്റെ മാത്രമായ അഹങ്കാര സ്വരൂപിണിയാണ് എന്നാണ് പറയുന്നത്. ആ ദേവി ഓരോ ഭക്തന്റെയും മുമ്പില് സർവ സൗന്ദര്യത്തോടുകൂടി, സർവ ആഭരണത്തോടുകൂടി, സർവ ആയുധത്തോടുകൂടി പ്രത്യക്ഷപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്ലോകം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: കൊണത് കാഞ്ചീദാമ എന്ന് പറഞ്ഞിട്ടാണ്. ഈ കൊണത് എന്ന് പറഞ്ഞാല് അങ്ങനെ ശബ്ദമുണ്ടാക്കുന്ന ഒഡ്യാണം, മണിമേഖല, കാഞ്ചീദാമം, അരഞ്ഞാണം എന്നൊക്കെ പറയാറുണ്ട്. ഭഗവതിയുടെ ആ പാർവതിയുടെ അരയിൽ അണിഞ്ഞിരിക്കുന്ന ആ ഒഡ്യാണം കൊണത് എന്ന ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടും, അതുപോലെ തന്നെ ആനക്കുട്ടിയുടെ മസ്തകങ്ങൾക്ക് തുല്യമായ കുംഭങ്ങളാൽ, അതിൻ്റെ ഭാരത്താൽ കുറഞ്ഞൊന്ന് കുനിഞ്ഞവളും, അതുപോലെ തന്നെ ആലില പോലത്തെ അല്ലെങ്കിൽ കൃശമായ ഉദരത്തോടു കൂടിയവളും, മറ്റൊന്ന് ശരത്കാലത്തിലെ പൂർണ്ണ ചന്ദ്രന് സദൃശമായ മുഖ സൗന്ദര്യത്തോടു കൂടിയവളും. നമ്മള് മനസ്സിലാക്കേണ്ടുന്ന ഒന്ന്, 6 ഋതുക്കളെ കുറിച്ച് പറയാറുണ്ട്. അത് വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം ഇവകളാണ്. ഇതില് ഈ ഋതുക്കളില് ഏറ്റവും മനോഹരമായിട്ടുള്ളത്, പ്രത്യേകതകളുള്ള ഒരു ഋതുവാണ് ശരത്ത്. ആ ശരത് ഋതുവിലെ പൂർണ്ണചന്ദ്രന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ പൂർണ്ണചന്ദ്രന് സമാനമായിട്ടുള്ള മുഖ സൗന്ദര്യത്തോടു കൂടിയവളും, മറ്റൊന്ന് കൈകളില്, ഭഗവതിയുടെ കൈകളിൽ ധനുസ്, വില്ല്, ബാണങ്ങള്, പാശം, അങ്കുശം എന്നീ ആയുധങ്ങൾ
ധരിച്ചുകൊണ്ടും പുരമഥിതുവിൻ്റെ എന്ന് പറഞ്ഞാൽ ത്രിപുരങ്ങളെ ദഹിപ്പിച്ച അല്ലെങ്കിൽ നശിപ്പിച്ച ആ ത്രിപുരാന്തകന്റെ പട്ടമഹിഷി തൻ്റെ മുന്നില് പ്രത്യക്ഷീഭവിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം, ശിവശക്തിമാരെ ശിവ പാർവതിമാരെ പ്രപഞ്ചത്തിന്റെ രക്ഷിതാക്കളായിട്ടാണ് കണക്കാക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മാതൃകാ ദമ്പതികളായിട്ടാണ് പൂർവ സൂരികള് സങ്കല്പിച്ചിരിക്കുന്നത്. ഇവരുടെ സമ്മേളനത്താലാണ് പ്രപഞ്ച പ്രവർത്തനം കുറ്റമറ്റതായി തീരുക. കൈകളിലെ ആയുധങ്ങള് പ്രതീകാത്മകമാണ് എന്ന് മനസ്സിലാക്കണം. നമ്മൾ ലളിതാ സഹസ്രനാമത്തില് പഠിച്ചിട്ടുള്ളതാണ് രാഗസ്വരൂപ പാഷാഢ്യ, പിന്നെന്താ ക്രോധാകാരാങ്കുശോജ്വല, അല്ലെ, മനോരൂപേക്ഷു കോദണ്ഡ, അടുത്തെന്താണ് പഞ്ചതന്മാത്ര സായക. അപ്പോ ഈ ആയുധങ്ങളെ കൊണ്ട് പാർവതി ദുഷ്ടമനസ്സാകുന്ന മദയാനയെ വില്ലും അമ്പും പ്രയോഗിച്ച് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അതിൻ്റെ പുറത്തു കയറി അങ്കുശം അതല്ലെങ്കിൽ തോട്ടിയിട്ട് പിടിച്ച് കുറ്റിസ്ഥലത്തു കൊണ്ട് പോയി നിഗമ കൽപ്പതരുവില് കയറിട്ട് തളയ്ക്കുന്നു എന്നാണ് പൂർവസൂരികള് പറയുന്നത്. ആയുധങ്ങളെ കൊണ്ടുള്ള ഒരു പ്രയോജനമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്ലോകം ഇങ്ങനെയാണ്, കൊണത് കാഞ്ചീദാമ കരികളഭ കുംഭസ്തനനത എന്നാണ്. അപ്പൊ ആ വരികളിലെ അർത്ഥം എന്ന് പറഞ്ഞ കൊണത് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞു ഞാൻ, അങ്ങനെ ശബ്ദമുണ്ടാക്കുന്ന കാഞ്ചീദാമ എന്ന് പറഞ്ഞ അരഞ്ഞാണം, ആ അരഞ്ഞാണം ധരിച്ചുകൊണ്ട് കരികളഭ കുംഭസ്തനനത എന്നാണ്. എന്ന് പറയുമ്പോ ആനക്കുട്ടിയുടെ മസ്തകത്തിന് സദൃശമായിട്ടുള്ള കുജ കുംഭങ്ങളോട് കൂടിയവളും, പിന്നെന്താ പരീക്ഷീണ മധ്യേ, മധ്യഭാഗം അരക്കെട്ട് എന്താ പറയാ ഒതുങ്ങിയ അരക്കെട്ട്, ആലില പോലത്തെയുള്ള അരക്കെട്ട് ഉത്തമമാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലെയുള്ള അരക്കെട്ടോട് കൂടിയവളും പരിണത ശരചന്ദ്രവദന എന്നാണ്. ശരത്കാലത്തിലെ പൂർണ്ണചന്ദ്രന് സമാനമായിട്ടുള്ള മുഖ സൗന്ദര്യത്തോട് കൂടിയവളും, പിന്നെന്താ ധനുർ ബാണാൻ പാശം ശ്രീണിമഭി ദധാനാകരതലേ എന്നാണ്. കൈകളില് വില്ലുണ്ട്, അമ്പുണ്ട്, പാശം കയറുണ്ട്, ശ്രീണി എന്ന് പറഞ്ഞാൽ തോട്ടി, അങ്കുശം. ഇതൊക്കെ കൈകളിൽ ധരിച്ചുകൊണ്ട് പുരസ്താദാസ്താംന, ഞങ്ങളുടെ ഈ പുരസ്താദ് എന്ന് പറഞ്ഞാൽ മുൻപില്, ഞങ്ങളുടെ മുൻപില് ആസ്താം ഭവിക്കട്ടെ, ഞങ്ങളുടെ മുമ്പില് ഭവിക്കട്ടെ. അതാരാണ്? പുരമഥിതു ആഹോ പുരുഷിക എന്നാണ്. പുര ത്രിപുരങ്ങളെ ദഹിപ്പിച്ച അല്ലെങ്കിൽ ത്രിപുരാന്തകന്റെ ആ പട്ടമഹിഷി ഞങ്ങളുടെ മുമ്പില് ഇങ്ങനെ പ്രത്യക്ഷീഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അതിമനോഹരമായ ഒരു പ്രാർത്ഥനാ ശ്ലോകമാണ് സൗന്ദര്യലഹരിയിലെ 7ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. നമുക്ക് മനോഹരമായ ആ ശ്ലോകം ഒന്ന് ശ്രവിക്കാം. അതിനുശേഷം കുമാരനാശാന്റെ മലയാള പരിഭാഷയും ഒന്ന് നമുക്ക് കേൾക്കാം. കൊണത്
കാഞ്ചീദാമാകരികളഭ കുംഭസ്തനനതാ പരീക്ഷീണാമധ്യേ പരിണത ശരചന്ദ്രവദനാ ധനുർബാണാൻ പാശം സൃണിമപി ദധാനാ കരതലൈ പുരസ്താദാസ്താം പുരമധിതു ആഹോ പുരുഷിക. കാഞ്ചീനാദം പൊഴിഞ്ഞും കഠിന കുചഭരം കൊണ്ടു മെല്ലെ കുനിഞ്ഞും ചഞ്ചൻ മധ്യം മെലിഞ്ഞും ചതുരതര ശരചന്ദ്രതുണ്ടം കനിഞ്ഞും പുഞ്ചാപം പുഷ്പബാണം ഭുജമതിലധ പാശാങ്കുശം പൂണ്ടുമമ്പാർ നെഞ്ചാരത്തായി വരട്ടെ പുരരിപു ഭഗവാൻ തന്റെ ഡദംഭം. ഈ ശ്ലോകം ശ്രവിച്ച, വ്യാഖ്യാനം ശ്രവിച്ച എല്ലാവരെയും പാർവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.